ഒരു ആർട്ട് ഹാർബറും ആഴി ആർക്കൈവേഴ്സും ഒരുക്കുന്ന ഒരു കോൺസർവേഷൻസ് എറണാകുളം ഇടപ്പള്ളിയിലെ കേരള ഹിസ്റ്ററി മ്യൂസിയത്തിൽ സംഘടിപ്പിച്ച വ്യത്യസ്തമായ ഒരു പരിപാടിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കേരളത്തിലെ യക്ഷികൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുതിയ തലമുറയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. കുട്ടിക്കാലത്ത് കേട്ട യക്ഷിക്കഥകൾ ഓരോ കാലത്തും ഭാവനയ്ക്കനുസരിച്ച് കഥകളിൽ മാറ്റങ്ങളുണ്ടായി. ചരിത്രവും ഐതിഹ്യവും ഇഴചേർത്ത് കാലാകാലങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ. സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോക സിനിമയാണ്. അപ്പോൾ അത് വേറൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ സാധാരണ യക്ഷി സങ്കല്പങ്ങൾ, നാടൻ സങ്കല്പങ്ങളിലേക്ക് ചേർത്ത് അതിൻ്റെ പല കണ്ണികളും ചേർത്ത് പല ലോകങ്ങളിലും പല കാലങ്ങളിലും ചേർത്ത് ഒരു പുതിയ യൂണിവേഴ്സ് ഉണ്ടാക്കേണ്ടത് യക്ഷികളായിട്ട്. അത് മനുഷ്യനകത്ത് ഒരാൾ എന്നുകൊണ്ട് ഒരു മനുഷ്യന്മാരുള്ളൂ, ബാക്കിയൊക്കെ യക്ഷികളാണ്. എല്ലാ കാലത്തും എല്ലാവർക്കും ഇതിൽ താല്പര്യമുണ്ട്. അതിൽ വ്യത്യാസമുള്ളത് എന്താ വെച്ചാൽ അത് പുറത്ത് പറയാനുള്ള ആർജവം പല കാലത്തും പലർക്കും കുറവായിരിക്കും. അത് ധൈര്യമായിട്ട് പറഞ്ഞ സിനിമകൾ അല്ലെങ്കിൽ സാഹിത്യങ്ങൾ രക്ഷപ്പെടും. തിരുവിതാംകൂറിന്റെ രൂപപ്പെടലും ആലുവാമൊഴി പാതയും കന്യാകുമാരി പാതയും തുടങ്ങി വാണിജ്യ സാമ്പത്തിക കേന്ദ്രത്തിനകത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട മാന്ത്രിക സ്ഥലരാശികൾ. യക്ഷി എന്ന് പറയുന്നത് എനിക്കൊരു മലയാളി ഇമാജിനേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഒരുതരം ഒരു മെയിൽ ഫാൻറ്റസിയുടെ സിനിമയ്ക്കകത്ത് എന്തായാലും മെയിൽ ഫാൻറ്റസിയാണ്. ഒരേ സമയം ആകർഷണവും ഭയവും തോന്നുന്ന ഒരു സ്ത്രീ രൂപമാണത്. സമയം, സ്ഥലം, കാലം, എല്ലാവിധ അനുഭവങ്ങളും കലങ്ങി മറിഞ്ഞ് ഒരു ഉഭയജീവിതം നമ്മൾ നയിക്കുന്നു. അപ്പം അത്തരം ഒരു തീമിലാണ് ഇത്തവണ നമ്മുടെ ഒരു പ്രോജക്റ്റ്. ഒരുപാട് ആർട്ട് വർക്ക് വരാൻ പോണ്. യക്ഷിക്കഥകൾ സിനിമകൾക്ക് ഇന്നും പ്രമേയമാകുന്നതും പുതുതലമുറയ്ക്ക് വിഷയത്തിലുള്ള കൗതുകവും താല്പര്യവും വെളിവാക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. ബുക്സൊക്കെ വായിക്കാറുണ്ട്. കൂടുതലും യക്ഷികൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെ കൊണ്ടുവരുമെങ്കിൽ അവസാനം അതിനെ കളയുന്ന പോലത്തെ കഥകൾ വായിക്കാറ്, യുക്തി കൊണ്ട് അതിനെ മാറ്റുന്ന. അപ്പം ഈ ടോപ്പിക് വന്നപ്പോൾ ഇഷ്ടമായിരുന്നു, കൊള്ളായിരുന്നു. ആഴി ആർക്കൈവും ഒരു ആർട്ട് ഗാലറിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ ലെക്ചർ ഇന്നിപ്പോൾ ഇവിടെ ഡോക്ടർ അനൂപ് നടത്തിയ ലെക്ചർ ഓപ്പൺ അപ്പ് ചെയ്യുന്ന പുതിയ ഇമാജിനേഷൻസ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മലയാളിയുടെ പുതിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മൾ നോളേജ് എക്കോണമി, കൾച്ചറൽ എക്കോണമി അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളിയുടെ ആ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് അവൻ്റെ ശക്തി എന്ന് പറയുന്നത് അവന് ഇമാജിനേഷൻ അവൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആക്കി അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഐതിഹ്യമാലയിലൂടെയും നാടോടി കഥകളിലൂടെയും യക്ഷിക്കഥകൾ കേട്ടവർക്ക് പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. 24 കൊച്ചി. ഈ യക്ഷിക്കഥകളൊക്കെ കേൾക്കാൻ നമ്മുടെ ഇവിടെ നിന്ന് സ്മിത ഹരിദാസിനെ അയച്ചിരുന്നു. അപ്പോൾ ഈ യക്ഷികളിൽ തന്നെ പ്രാദേശിക യക്ഷിമാരുണ്ട്. അതൊക്കെ കള്ളിയങ്കാട്ട് നീലി പോലുള്ള ലോക്കൽ യക്ഷികൾ, അതുപോലെ വിദേശ ഐറ്റം ഉണ്ട്, ട്രാക്കുള പോലുള്ള വിദേശികൾ. അപ്പം ഓരോ രാജ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് തന്നെ യക്ഷിയുടെ വില മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.